ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോ ജിൻഷിയും ഞാനും കൂടി ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ജിൻഷിക്ക് സിസോന്റെ അടുത്ത് നിന്നും കോള് വരും. നമുക്ക് മെറ്റീരിയൽസ് തരേണ്ട കമ്പനി ആ മെറ്റീരിയൽസ് തരാണ്ട് ഡിലേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അവർ മെറ്റീരിയൽസ് തന്നില്ലെങ്കിൽ അവരുമായിട്ടുള്ള കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് വിട്. ഈ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാല് അവർക്കായിരിക്കും അധിക ലോസ്. എന്തായാലും നീ ആ കാര്യം അവരുടെ അടുത്തൊന്ന് അറിയിച്ചേക്കെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ ജിൻഷി, അല്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. തെറ്റുണ്ടോ ഇല്ലയോ, അങ്ങനെയല്ല, എന്റെ റിസൾട്ട് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചാണ് ഞാൻ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതെന്ന് പറയും. ബോസ്, എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചും കണ്ട് തീരുമാനിച്ചാൽ മതി, ഞങ്ങളെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണേന്നും പറഞ്ഞ് ജിൻഷിയും ചിരിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം ലില്ലിനെ കാണിക്കാണ്. ലില്ലിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വിളിച്ചിട്ട് മെറ്റീരിയൽസ് എവിടെന്നെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് സിസോ വരും. എന്തായി നീന് ചോദിക്കും. ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കൺഫേം ആയിട്ടില്ല എന്ന് പറയും. ആ ടൈമിന് സിസോന് പെട്ടെന്ന് ഒരു മെസ്സേജ് വരും. നേരത്തെ മെറ്റീരിയൽസ് തന്നോണ്ടിരുന്നേച്ചാ അവര് വീണ്ടും മെറ്റീരിയൽസ് തരാന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ്. ഇത് കാണുമ്പോ തന്നെ സിസോയും ഹാപ്പി ആയിട്ട് നേരെ ലില്ലിനെ നോക്കും. നാളെ നീ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ലഞ്ചിന് പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ലില്ലിയും നൈസായിട്ടൊന്ന് അക്വേർഡ് ആവുന്നുണ്ട്, എന്നാലും ഓക്കെ പറയും. അങ്ങനെ നൈറ്റ് ജിൻഷി വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാൻ ജിൻഷിക്ക് വേണ്ടിയിട്ട് ഒരു നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ജിൻഷിയും ഇത് കണ്ട് ഹാപ്പി ആയിട്ട് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ തന്നെ ഞാൻ മാറിയിരുന്ന് എന്തായി നിങ്ങളുടെ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. ഇപ്പോഴത്തേക്കെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. പുതിയതായിട്ട് നമ്മളിപ്പോ മെറ്റീരിയൽസ് എടുക്കുന്നില്ലേ, അവിടെ നിന്ന് ഇനി മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 50% ലാഭം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തേക്ക് ഇത്തിരി നഷ്ടമാണെങ്കിലും ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ അത് വലിയൊരു ലാഭമായിട്ട് മാറും. പിന്നെ ഒരു പ്രോബ്ലം വന്നത് എന്താന്ന് വെച്ചാല്, സിജുനുണ്ടല്ലോ ഒരു വലിയ ഓഫർ വന്നായിരുന്നു 3 years ജർമ്മനിയിലേക്ക് പോവാനായിട്ട്. പക്ഷെ അവനാണെങ്കിലും അത് വേണ്ടാന്നും പറഞ്ഞ് റിജക്ട് ചെയ്തു എന്ന് പറയും. അതൊക്കെ അവന്റെ ഇഷ്ടമല്ലേ എന്നും പറഞ്ഞ് ഞാനാണെങ്കിലോ എനിക്കൊരു സാധനം നിന്റെ കയ്യിലേക്ക് തരാനുണ്ടെന്നും പറഞ്ഞ് ഒരു കിസ് കാർഡ് എടുത്ത് ജിൻഷിയുടെ കയ്യിലേക്ക് കൊടുക്കും. ജിൻഷിയും അതെടുത്ത് നോക്കി, എന്താ ഈ കിസ് കാർഡ് ഇപ്പൊ തന്നെ ചോദിക്കും. ഇതേ ഇപ്പൊ കിസ് കാർഡിന്റെ നേരോന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് ജിൻഷി ആണെങ്കിലോ ഞാനിന്റെ കവിളത്ത് ഒരു കിസ് കൊടുക്കും. അയ്യേ, ഈ കാർഡിന് ഇത്രയും വാല്യൂ മാത്രമേ ഉള്ളൂ, എനിക്കിതൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഞാൻ വഴക്കിട്ട് കുറച്ചു ദൂരം മാറിയിരിക്കും. ഒരുപാട് കാർഡ്സ് നീ തന്നിട്ടുണ്ടല്ലോ, അതിലേത് കാർഡ് യൂസ് ചെയ്യണം? എന്തായാലും മസാജിങ് കാർഡ് യൂസ് ചെയ്യാ, എന്റെ ശരീരമൊക്കെ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്, എന്തായാലും നീ എനിക്കൊന്ന് മസാജ് ചെയ്ത് താന്നും പറഞ്ഞ് ജിൻഷിനെ ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ വേറെ നിവർത്തിയില്ലാണ്ട് ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് ഞാനിനെയും കൂട്ടി ബെഡ്റൂമിലേക്കും പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ സിഡ്നിനെ കാണാനായിട്ട് മിസ്റ്റർ ചെൻ വരും. എന്തെങ്കിലും ഫർദർ ആയിട്ട് നീ മൂവ് ചെയ്തോ എന്ന് ഇങ്ങനെ ചോദിക്കും. മെറ്റീരിയൽസ് ഒക്കെ തടുത്ത് നിർത്താനായിട്ട് നോക്കി, പക്ഷേ ജിൻഷി പെട്ടെന്ന് അതിൽ ഇടപെട്ട് അതൊക്കെ സോൾവ് ചെയ്തു. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് അവളൊരു മൂവ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. എന്തായാലും ഇനിയും ടൈം ഉണ്ടല്ലോ, നീ ടീ കുടിച്ചു നോക്കുന്നു പറഞ്ഞ് മിസ്റ്റർ ചെന്നെ ഒരു ടീ എടുത്ത് കൊടുക്കും. ആ ടൈമിനാണെങ്കിലോ സിഡ്നിക്കൊരു കോള് വരും. എന്തായാലും പെട്ടെന്ന് തന്നെ അത് തീർത്ത് വെച്ചേക്കെന്ന് സിഡ്നിയും ഇവിടെ നിന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ അയാളും അല്ല എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. ഇതൊരു ചെറിയ വിഷയമാണ്, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും. അതേ ടൈം സിസോയും ലില്ലിയും കൂടി ലഞ്ചിനായിട്ട് വന്നേക്കുവാണ്. അവൾക്ക് ഒരു ഗ്ലാസ് വൈനൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം ഒരു ബൊക്കെ എടുത്ത് കാണിക്കും. ഈ ഒരു ബൊക്കെ ജിൻഷിക്ക് കൊടുക്കാനായിട്ട് നീ വരുമ്പോഴാണ് ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ആദ്യം ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തു, അന്ന് നീ എന്നെ റിജക്റ്റും ചെയ്തു. അതെനിക്കറിയാം, ഞാൻ അന്ന് ഇൻമെച്ചോർഡായിട്ട് ഒരു കുട്ടികളെ പോലെയാണ് ബിഹേവ് ചെയ്തിരുന്നതെന്ന്. പക്ഷെ ഇപ്പോ ഞാൻ അങ്ങനെയല്ല, എന്നിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായി. ജിൻഷി ഒരു ലോങ് ബ്രേക്ക് എടുത്ത് ഈ കമ്പനിയിൽ നിന്ന് മാറി നിന്നപ്പോ ആ ഒരു കമ്പനിയുടെ ചുമതല മുഴുവനും ഞാൻ ഏറ്റെടുത്തു. എനിക്ക് ഒരുപാട് ഉത്തരവാദിത്വങ്ങളും വന്നു. ഇതെനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ വേണം മെച്ചൂർഡായിട്ട് ബിഹേവ് ചെയ്യാനെന്ന്. ഇങ്ങനെ ഞാനൊരു മെച്ചൂരിറ്റി നിന്റെ അടുത്ത് കാണിക്കാത്തത് കൊണ്ടായിരിക്കാം നീ അന്ന് എന്നെ റിജക്ട് ചെയ്തത്. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോ എന്നിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുവാണ്, നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ടൈമിന് ലില്ലിയും കൊളീഗ്സ് ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കും. ജിസോന് വലിയൊരു ഓഫർ വന്നിട്ടുണ്ടല്ലോ, അതാണെങ്കിലും ജിസോ റിജക്ട് ചെയ്തു. ഇതിന്റെ കാരണം ലില്ലിയാണ്. ലില്ലിനോടുള്ള ക്രഷ് കാരണമാണ് അവൻ ആ ഓഫർ സ്വീകരിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണെങ്കിലും ലില്ലി കേൾക്കും. ഇപ്പൊ അത് ഓർത്തെടുത്തിട്ട് ഇപ്പോഴും എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ സിസോന്റെ ഫേസ് ഒക്കെ മാറും. അപ്പൊ തന്നെ സിസോയും എനിക്ക് മനസ്സിലായി എന്ന് പറയും. നീ ഇപ്പോ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലേ, ജിൻഷി പോയതിന് ശേഷമാണ് നിനക്ക് മെച്യൂരിറ്റി വന്നതെന്ന്.
പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ പ്രിന്റർ ഇവിടെ കേടായി കഴിഞ്ഞപ്പോ നമ്മൾ രണ്ടുപേരും കൂടി പ്രിന്റ് ചെയ്യാനായിട്ട് വേറൊരു നാട്ടിലേക്ക് പോയില്ലേ, ആ ടൈമിൽ തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് ഒരുപാട് മെച്ചൂരിറ്റി ഉണ്ടെന്ന്. അത്രയും നീ അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജിങ്ഷനെ ഞാനന്ന് അവിടെ കാണാനായിട്ട് വന്നപ്പോ ഏത് ബൊക്കെയാണ് കൊടുത്തതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. പക്ഷെ അത് നീ ഓർമ്മ വെച്ചിട്ടുണ്ട്. എന്തായാലും ആ ബൊക്കെ ഞാൻ വാങ്ങിക്കോളാന്ന് പറയും. അങ്ങനെ ഹാപ്പി ആയിട്ട് ജിസോയും ആ ബൊക്കെ ലില്ലിക്ക് കൊടുക്കും. അതേ ടൈം നാൻസിനെയും ലിങ്ങിനെയും കാണിക്കാണ്. എല്ലാവരോടും നീ എന്റെ ഗേൾഫ്രണ്ട് ആണെന്നും പറഞ്ഞ് നിന്നെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇപ്പോഴും നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയാ സംസാരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എപ്പോഴാ ലവേഴ്സ് ആവുന്നേന്ന് നിന്നെ ചോദിക്കും. ഓ, അതിനാണോ നീ ഇത്രക്കും സങ്കടപ്പെടുന്നത്? നമുക്ക് ഇപ്പൊ തന്നെ ലവേഴ്സ് ആകാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് കിസ് ചെയ്യാനും തുടങ്ങും. അങ്ങനെ ഇവര് തമ്മിൽ ഓക്കെ ആയിട്ടുണ്ട്. അതേ ടൈം ജിങ്ഷിനെ കാണിക്കാണ്. അവള് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോ ഞാനിന്റെ അടുത്ത് നിന്നും കോള് വരും. പെട്ടെന്ന് അവന്റെ ക്യാബിനിലേക്ക് വരാനും പറയും. അങ്ങനെ തന്നെ ജിങ്ഷി ഓടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ ആക്ട്രസ് ഇവന്റെ കൂടെയുണ്ട്. ജിങ്ഷിനെ കാണുമ്പോ തന്നെ ഞാനും ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ജിങ്ഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. പുള്ളിക്കാരിയും ജിങ്ഷിനെ പരിചയപ്പെട്ട് എന്നാ ശരി ഞാൻ പോവാന്നും പറഞ്ഞ് പുറത്തേക്ക് പോകും. ആ ഒരു ലേഡി വരുമ്പോ ഞാനിനായിട്ട് ഒരു ബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു ചെറിയ നോട്ടും ഉണ്ട്. ഡിയർ ടിൻ ഗെറ്റ് വെൽ സൂൺ എന്നും പറഞ്ഞ് അതിൽ എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോ ജിങ്ഷിക്ക് ഒന്ന് ജലസ് ആകും. ഓ, ടിന്നെന്നോ? എന്താണ് ഷോർട്ട് ഫോമിലൊക്കെ ആണല്ലോ അവള് നിന്നെ വിളിക്കുന്നതെന്ന് നിന്നെ ചോദിക്കും. എന്തായാലും എന്താണ്, അവൾക്ക് ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തില്ലേ, ഇനിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് പറയും. ആ, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി കാർ പാർക്കിങ്ങിലേക്ക് പോകും. പെട്ടെന്നാണെങ്കിലോ ഒരു കാറ് സ്പീഡിൽ വന്ന് ജിങ്ഷിനെ ഇടിക്കാനും പോകും. അപ്പൊ തന്നെ ഞാൻ ജിങ്ഷിനെ വലിച്ചു മാറ്റും. വലിക്കുന്ന ഫോഴ്സിൽ വീണ്ടും ഞാനിന് ബാക്ക് പെയിൻ എടുക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ജിങ്ഷിക്കും വല്ലാണ്ട് പേടിയാകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യുവാന്റെ അസിസ്റ്റന്റ് നേരെ യുവാന്റെ അടുത്തേക്ക് വരും. ഞാനിന് പെട്ടെന്ന് എന്തോ പ്രോബ്ലം വന്നു. ഞാനെന്റെ അസിസ്റ്റന്റ് ആംബുലൻസും വിളിച്ച് പോകുന്നുണ്ടായിരുന്നു എന്നറിയും. യുവാനാണെങ്കിലും ആകെ ഷോക്കായിട്ട് അവൻ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് ചിന്തിച്ചോണ്ടിരിക്കും. അതേ ടൈം ജിങ്ഷിനെയും യാനിനെയും കാണിക്കാണ്. യാനിനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. നിനക്കിപ്പോ പെട്ടെന്ന് ഒരു സർജറി വേണമെന്നാണ് പറയുന്നതെന്ന് അറിയും. എന്തായാലും കുഴപ്പമില്ല ജിങ്ഷി, അത് ഒരു സർജറി അല്ലേ, എനിക്ക് ഓക്കെയാന്ന് പറയും. പക്ഷെ ജിങ്ഷിക്കാണെങ്കിലോ ആകെ സങ്കടാവുന്നുണ്ട്. എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നോർത്ത് വല്ലാത്ത ഫീൽ ചെയ്ത് യാനിന്റെ കൈ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോ ഗ്രാൻഡ് പ യാനിനെ കാണാനായിട്ട് വരും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ജിങ്ഷിനെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ട് നീ അവളെ രക്ഷപ്പെടുത്താനായിട്ട് പോയി എന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കും. ഗ്രാൻഡ് പാ, ഇതെല്ലാം നടന്നത് ഞാൻ കാരണമാണ്. ഞാൻ എന്റെ കമ്പനീനെ എന്തോരം കെയർ ചെയ്യുന്നോ അതേപോലെ ഞാനും അവളെ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാൻഡ് പാ അവളെ കുറ്റപ്പെടുത്തരുതെന്ന് പറയും. ആ, എന്താന്ന് വെച്ചാ ചെയ്, എന്തായാലും നീ നിന്നെ നന്നായിട്ട് നോക്കുമെന്നും പറഞ്ഞ് ഗ്രാൻഡ് പാ അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ജിങ്ഷിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ജിസോ ഓടി വന്ന് നീ ഈ വീഡിയോ കണ്ടോന്നും പറഞ്ഞ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. വേറൊന്നുമല്ല, ഇവര് കണ്ടുപിടിച്ച എല്ലാ പ്രോഡക്റ്റിലും വീഡിയോ ആക്റ്റീവ് സിസ്റ്റം ഡിറ്റക്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹ്യൂമൻ ബോഡിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞാല് അവർക്ക് ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് വരെ ഉണ്ടെന്നും പറഞ്ഞ് ഒരുപാട് പേര് കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി അധികം വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാലും അത് ശരിയാവില്ല. ജിസോ എത്രയും പെട്ടെന്ന് തന്നെ കോൺഫറൻസ് അറേഞ്ച് ചെയ്തോളാനായിട്ട് പറയും. അതേ ടൈം യുവാനും അതിനിടയിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിയാണ്ട് ജിങ്ഷി ശ്രദ്ധിക്കും. എന്നിട്ട് ഞാനിന് സർജറിക്കായിട്ടും പറഞ്ഞഴക്കും. അങ്ങനെ ജിങ്ഷിയും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു ചെയിൻ എടുത്ത് കഴുത്തിലിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ പ്രസ് കോൺഫറൻസിലേക്ക് വന്നു നിൽക്കും. ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റും പ്രോപ്പർ ആയിട്ടുള്ള ചെക്കിങ് കഴിഞ്ഞാണ് പുറത്തിറങ്ങുന്നത്. ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റിലും റേഡിയേഷൻ എന്ന് പറയുന്നതേ ഇല്ലാന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ അവിടെയുള്ളവരും മാറി മാറി ക്വസ്റ്റ്യൻസ് ഒക്കെ ജിങ്ഷിയുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും. ജിങ്ഷി അങ്ങനെ തന്നെ ആ ഒരു ഡിറ്റക്ടറും ഇവരുടെ പ്രൊഡക്റ്റും എടുത്ത് അതിലേക്ക് വെക്കും. അതിലാണെങ്കിലും ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു ബുക്കിലേക്കും വെക്കും. സെയിം സൗണ്ട് തന്നെ അപ്പോഴും അതിൽ വരും. നമ്മൾ എങ്ങനെയാണോ ഈ ഒരു സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് അതേപോലെ ഈ സിസ്റ്റം പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോഴും ഡൗട്ട് തീർന്നിട്ടുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റും രണ്ടാമത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറയും. അതേ ടൈം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ യാനിന്റെ ഗ്രാൻഡ് പേയും കാണുന്നുണ്ട്. എന്നാലും അത് മുഴുവനായിട്ട് കാണുന്നില്ല. അങ്ങനെ തന്നെ അസിസ്റ്റന്റിന്റെ അടുത്ത് ആ ഒരു ടാബ് എടുത്ത് കൊടുക്കും. എന്ത് പറ്റി, നിങ്ങൾ ഇത് മുഴുവനായിട്ടും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കും. അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അറിയാം അവള് പറയുന്നത് സത്യമാണെന്ന്. അവള് തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഇത് കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ ജിങ്ഷിയും മീറ്റിംഗ് അവസാനിപ്പിക്കും. അത്ര നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ജിങ്ഷി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ സിഡ്നിക്ക് പോലും ഷോക്കാകും. ഇവൾക്ക് ഇത്രയും അളവിന് ഇംപ്രൂവ്മെന്റ് പെട്ടെന്ന് എങ്ങനെ കിട്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. ഇപ്പോ അടുത്തടുത്ത് ജിങ്ഷിക്കാണെങ്കിലും ഒരുപാട് പ്രോജക്റ്റ് ഒക്കെ വരാനായിട്ട് തുടങ്ങും. ഇത് കണ്ട് ഹാപ്പി ആയിട്ട് നേരെ യാനിനെ കാണാനായിട്ട് ചെല്ലും. ഇപ്പൊ യാനിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജിങ്ഷി യാനിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. പയ്യെ ഞാനും കണ്ണു തുറന്നു നോക്കും. നീ ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും.
ആ ഞാൻ ഓക്കെയാണ്, നീയോന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് ജിൻഷിയും പറയും. അങ്ങനെ കുറച്ച് ദിവസങ്ങളും കടന്നു പോകും. യാനിനിപ്പോ ബെഡില് മര്യാദക്ക് ഇരിക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ജിൻഷിയും പാത്രമൊക്കെ കഴുകിയിട്ട് നേരെ യാനിന്റെ അടുത്തേക്ക് വന്നിരിക്കും. എന്തൊക്കെ നടന്നു നിനക്കറിയാമോ എന്നും ചോദിച്ച് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം യാനിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പൊ തന്നെ യാനും, നീ എനിക്കൊരു ഓറഞ്ച് എടുത്ത് തരുമോ എന്ന് ചോദിക്കും. അതിനെന്താന്നും പറഞ്ഞ് ഒരല്ലി ഓറഞ്ച് യാനിനായിട്ട് കൊടുക്കും. ഇതേ എനിക്ക് ഒറ്റക്ക് തിന്നാൻ താല്പര്യമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി തിന്നാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അടുത്ത് വന്ന് കിസ് ചെയ്യാനായിട്ട് പോകുമ്പോ കറക്റ്റ് ആയിട്ട് ഗ്രാൻഡ്പ അകത്തേക്ക് കയറി വരും. ജിൻഷിയും യാനും ഒന്ന് ഷോക്കാകും. അങ്ങനെ തന്നെ ജിൻഷി ചാടി എഴുന്നേറ്റ് നിൽക്കും. ആ ജിൻഷി, നിന്നെ കാണാനായിട്ട് ഇരിക്കുമായിരുന്നു, നിന്റെ പ്രസ് കോൺഫറൻസ് ഞാൻ കണ്ടു, നീ അടിപൊളിയായിട്ട് അവർക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, അതിന് നിന്നൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്നറിയും. ആ ഓക്കെ ഗ്രാൻഡ്പ, താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒരുമിച്ചു എന്നറിയും. ആ എന്തായാലും നന്നായി, നിങ്ങൾ രണ്ടുപേരുടെയും പേരൊക്കെ എഴുതി ഞാനേ അവിടെ സീലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് പൊരുത്തമുണ്ട്, ഞാനത് കണ്ടുപിടിച്ചു. എന്തായാലും നിങ്ങളത് കൊണ്ടുപോയിട്ടേ നിങ്ങളുടെ വീട്ടില് ഫ്രെയിം ചെയ്ത് വെച്ചോ. ഞാൻ എന്തായാലും പോവാണ്, നിങ്ങൾ ചെയ്യാനിരുന്നത് കണ്ടിന്യൂ ചെയ്തോന്നും പറഞ്ഞ് ഗ്രാൻഡ്പ അങ്ങനെ പോകും. ഏകദേശം ഒരു ഗ്രീൻ സിഗ്നല് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ്പ ജംഗ്ഷനെ അക്സെപ്റ്റ് ചെയ്തതില് യാനിനും ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ ഗ്രാൻഡ്പ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ യുവാനും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഏതോ ഒരു മൂലയില് നിനക്ക് യാനിന്റെ അടുത്ത് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ലേ അവന് വയ്യാന്നറിഞ്ഞ് അവനെ കാണാനായിട്ട് ഇത്രയും ദൂരം വന്നത്. എന്നാലും യാൻ ഇങ്ങനെ കിടക്കാനായിട്ടുള്ള ഒരു ചെറിയ കാരണം നീയും കൂടിയാണ്. നീയും ചെന്നും കൂടി കൂട്ടു ചേർന്ന് അവനെ പിന്നിൽ നിന്ന് കുത്തിയതല്ലേ, ഇതേപോലെ അവനും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവനത് ചെയ്യില്ല, കാരണം നിന്നെ അവൻ ചേച്ചിയായിട്ടാ കാണുന്നതെന്നും പറഞ്ഞ് ഗ്രാൻഡ്പ പോകും. ഇത് കേൾക്കുമ്പോൾ യുവാനും വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവുമ്പോ തന്നെ യുവാനെ കാണാനായിട്ട് ജിൻഷി ചെല്ലും. എന്താ ജിൻഷി രാവിലെ തന്നെ എന്നെ കാണാനായിട്ട് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നാളെ നടക്കാൻ പോകുന്ന ബോർഡ് മീറ്റിംഗിൽ നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നറിയും. അതെന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ രണ്ട് കമ്പനിക്കും കിട്ടും. അതുമല്ലാണ്ട് യാനിനെ നിങ്ങൾ സ്വന്തം അനുജനെ പോലെയല്ലേ കാണുന്നത്, അതിന്റെ സ്നേഹവും ഉണ്ട്. ആ ഒരു ബന്ധം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറയും. അങ്ങനെ ഇപ്പൊ ജിൻഷി അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. യാനിനെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റൂമിലേക്ക് പോകുന്ന വഴി ഈച്ചനെ കാണും. യാനിന് ഓവർ സ്ട്രെയിൻ കൊടുക്കരുത്, അധികം നടത്തിക്കരുത്, വീൽ ചെയറിൽ തന്നെ കൂടുതൽ ഇരുത്തണം, എപ്പോഴും ഇരുത്താനായിട്ട് ശ്രദ്ധിക്കണം. എന്തായാലും നിങ്ങളുടെ ബോണ്ടിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾ ഇത്രയും ദൂരം വരുമെന്നും ഞാൻ വിചാരിച്ചില്ല, നിന്റെ പെർഫെക്റ്റ് ജോഡിയാണ് യാനെന്ന് ഇങ്ങനെ ഈച്ചനും പറയും. ഇത് കേട്ട് ഹാപ്പി ആയിട്ട് ജിൻഷി ഒരു വീൽ ചെയറുമായിട്ട് നേരെ യാനിന്റെ റൂമിലേക്ക് ചെല്ലും. ദേ അധികം നീ നടക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദേ ഇതിലേക്ക് വന്നിരുന്നേ, നിന്നെ ഞാൻ തള്ളിക്കൊണ്ട് പോയിക്കോളാന്ന് പറയും. അങ്ങനെ യാനും വന്നിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്കും പോകും. ജിൻഷിക്കാണെങ്കിലോ യാനിനെ കുറിച്ച് ആലോചിച്ച് വല്ലാത്തൊരു സങ്കടമാണ്. അങ്ങനെ യാനിനെ നോക്കി കിടക്കും. എന്താ നീ ഉറങ്ങുന്നില്ലേ, എന്നെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് കിടക്കുവാണോ? നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഓക്കെ ആകും. അതുമല്ലാണ്ട് നാളെ നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ ഞാൻ എന്തായാലും പങ്കെടുക്കുമെന്ന് അറിയും. എന്തായാലും നീ സേഫ് ആയിട്ടിരിക്കണം, അതുമാത്രം മതി എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കിടന്നുറങ്ങും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. രാവിലെ ഉടുത്തൊരുങ്ങി പോവാനായിട്ട് നിൽക്കുമ്പോൾ ബോർഡ് മീറ്റിംഗിൽ ചെന്ന് ഓവർ സ്ട്രെയിൻ ഒന്നും ചെയ്യാൻ പാടില്ല, എപ്പോഴും ഇരിക്കണം, എഴുന്നേറ്റ് നടക്കാനൊന്നും പാടില്ല എന്ന് പറയും. ആ ഓക്കെ ജിൻഷി, ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി ബോർഡ് മീറ്റിംഗിനായിട്ട് പോകും. ജിൻഷിയും അവളുടെ പ്ലേസിലേക്ക് ചെന്നിരിക്കും. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം യാന്റെ പുതിയ പ്രോജക്റ്റിന് ആരൊക്കെ സപ്പോർട്ട് നിൽക്കുന്നുണ്ടെന്ന് ഇങ്ങനെ ചോദിക്കും. കുറച്ചു പേര് ആദ്യം കൈപൊക്കുന്നുണ്ട്, പക്ഷെ യുവാൻ ഇതുവരെ കൈപൊക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിൻഷി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെ എന്ത് തോന്നിന്നറിയില്ല, കുറച്ച് കഴിയുമ്പോൾ യുവാനും കൈപൊക്കും. എന്തായാലും യുവാൻ കൈപൊക്കി. യുവാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരും കൈപൊക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എല്ലാവരും കൂടി യാനിന്റെ പ്രോജക്റ്റിനും ഓക്കെ അടിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ യുവാന എപ്പോഴും സപ്പോർട്ട് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, അയാൾ യുവാന്റെ അടുത്തേക്ക് വരും. നീ എന്ത് പണിയായി കാണിച്ചത്, നീ ഇപ്പൊ അവനെ വിജയിപ്പിച്ചു കഴിഞ്ഞാല് അവനെ നിനക്ക് താഴേക്ക് ഇറക്കാനായിട്ട് പറ്റില്ല, അവന്റെ പൊസിഷനിലേക്ക് നിനക്ക് കയറണ്ടേ, നീ എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ യുവാനും ദേഷ്യം കയറും. ആദ്യം മുതലേ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് തന്നുകൊണ്ടിരുന്നത്. അതുമല്ലാണ്ട് ഇത് എനിക്കും എന്റെ അനുജനും ഇടയിൽ നടക്കുന്ന കാര്യമാണ്. ഫാമിലി ഇഷ്യൂന്റെ ഇടയിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറാനായിട്ട് നോക്കണ്ട, എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത ഇൻസൾട്ട് ആകും. അങ്ങനെ തന്നെ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകും. അതേ ടൈം ജംഗ്ഷി യാനിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവനെ ബെഡിൽ കിടത്തും. യാനാണെങ്കിലോ ജംഗ്ഷന് അവന്റെ അടുത്ത് നിന്നും മാറാനേ സമ്മതിക്കുന്നില്ല, പിടിച്ചു വെച്ച് ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ നെക്സ്റ്റ് സീനില് ലില്ലി ഓഫീസിൽ ടീ കുടിച്ചോണ്ടിരിക്കാണ്. പെട്ടെന്ന് ജിസോ അടുത്തേക്ക് വരും. ദേ നീ എപ്പോഴും ഇങ്ങനെ ടീ അധികം കുടിക്കണ്ട, നിന്റെ ബോഡിക്ക് അത് നന്നാവില്ല. പിന്നെ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാനായിട്ടുണ്ട്,
ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ജർമ്മനിയിലേക്ക് പോവാണ്, ഞാൻ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലില്ലിക്കും എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ, താൻ കാരണം അവന്റെ ഫ്യൂച്ചർ പോയില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. അതേ ടൈമിന് നിന അങ്ങോട്ടേക്ക് വന്ന് ജിസോന് ഒരു ബൊക്കെ കൊടുത്തിട്ട് പോകും. അതിലാണെങ്കിലും ഒരു നോട്ട് നിന എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ തന്നെ ലില്ലി വല്ലാണ്ട് അപ്സെറ്റ് ആകും. ഞാൻ എന്തായാലും പോവാണ്, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. ലില്ലി പോയി കഴിയുമ്പോഴാണ് ജിസോ ആ നോട്ട് എടുത്ത് വായിക്കുന്നത്. ജർമ്മനിയിലേക്ക് ഇവൻ പോവാണല്ലോ, എന്തായാലും സേഫ് ആയിട്ട് പോയിട്ട് വാ, ഹായ് ബൈ എന്നും പറഞ്ഞ് കോമഡി ആയിട്ട് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ജിസോയും ചിരിച്ചോണ്ടിരിക്കും. അതേ ടൈം ലില്ലിയും ഭയങ്കര അപ്സെറ്റ് ആയിട്ട് ഇരിക്കുവാണ്. നിനക്ക് ജിസോന്റെ അടുത്ത് എന്തോ ഒരു ക്രഷ് ഉണ്ടെന്ന് ലില്ലിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ വല്ലാത്ത സങ്കടത്തിലിരിക്കുമ്പോ പെട്ടെന്ന് നിന അകത്തേക്ക് കയറി വരും. ലില്ലി, നിങ്ങൾ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് യാനിനെയും ജിൻഷിനെയും കാണിക്കാണ്. അവർക്ക് കിട്ടിയ ആ ഒരു ഫ്രീ ടൈം രണ്ടുപേരും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേ ടൈം നിനയും ലില്ലിയും കൂടി ഡിന്നറിനായിട്ട് ഇപ്പൊ ഒരു ഹോട്ടലിലേക്ക് ചെന്നിരിക്കും. അപ്പൊ തന്നെ നിന, ഞാനൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് ജിസോന് ആ ഒരു ബൊക്കെ കൊടുത്തത്. ആ നോട്ടിലാണെങ്കിലും നീ സേഫ് ആയിട്ട് പോയിട്ട് വാ എന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. മറ്റുള്ളവരാരും നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങളെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ലില്ലി, നിങ്ങൾക്കും ജിസോന്റെ അടുത്ത് വല്ലാത്തൊരു സ്നേഹമുണ്ട്. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ജിസോന മിസ് ചെയ്യരുതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലില്ലിക്കും ഹാപ്പി ആയിട്ട് നിന്നയുടെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. യുവാന് ഇപ്പൊ ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞു, അതേപോലെ നീ എന്നെ ഹെൽപ്പും ചെയ്ത്, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറയും. അതിന് യുവാനും ചിരിച്ചുകൊണ്ട് തന്നെ ഒരു റിപ്ലൈ ഒക്കെ അയക്കും. ഇത് കാണുമ്പോൾ ഗ്രാൻഡ്പക്കും ഹാപ്പി ആകും. അവസാനം ഈ ഒരു ടൈമിനാണെങ്കിലും രണ്ടുപേരും ഒന്നിച്ചല്ലോ, അത് മതി എന്നും പറഞ്ഞ് ആശ്വസിച്ച് നിൽക്കും. അതേ ടൈം യാനിനെയും ജിൻഷിനെയും കാണിക്കാണ്. അവര് അവരുടെ ലോകത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ജിൻഷി യാനിന് ഷേവ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഫേസിലൊക്കെ ഷേവിംഗ് ഫോം കൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി വെക്കും. അതിനുശേഷം ജിൻഷി, നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് കിച്ചണിലേക്ക് പോകും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും യാനും അങ്ങോട്ടേക്ക് വരും. നീ ഇനി നിർത്തിക്കോ, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് യാനും ഭയങ്കര ഹാപ്പി ആയിട്ട് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. രണ്ടുപേരും കൂടി ഞാനാണ് നല്ല രീതിക്ക് നിന്നേലും കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് മത്സരിച്ച് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി വെക്കും. അതുമല്ലാണ്ട് രണ്ടുപേരും കൂടി മത്സരിച്ച് കഴിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ രണ്ടുപേർക്കും അനങ്ങാനേ പറ്റുന്നില്ല. അത്രയളവിന് രണ്ടും ഫുഡും കഴിച്ച് മത്തടിച്ച് കിടക്കുവാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നിന്നെ കാണാനായിട്ട് ചെൻ വരും. എന്താ നിന്റെ പ്ലാൻ എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് എന്നെ കാണുമ്പോ ഒരു സ്റ്റുപ്പിഡ് ഗേളിനെ പോലെ തോന്നുന്നുണ്ടോ? എനിക്കും എന്റേതായ ഒരുപാട് പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരി എന്തോ മനസ്സിലിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് ഫൈനൽ എപ്പിസോഡും അതിന്റെ കൂടെ സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്കുറിലേക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.